അയാൾ നമ്മൾ ഇന്നിവിടെ കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രിയെ പറ്റിയുള്ള ഒരു ചെറിയൊരു പോർഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രിയുടെ ഈ പോർഷൻ നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു റീസെന്റ് ആയിട്ടുള്ള ഒരു പുതിയ ടോപ്പിക്കാണ്. നമ്മൾ ഇതുവരെ അധികം പഠിക്കാത്ത, നിങ്ങൾക്ക് ഡീൽ ചെയ്യേണ്ടി വന്നിട്ടില്ലാത്ത ഒരു പോർഷനാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കറിയായിരിക്കും, ഡെഫിനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി മേ ബി സിംപ്ലി ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് ടെക്നിക്സ് യൂസ്ഡ് ഇൻ കെമിസ്ട്രി ടു ഇൻവെസ്റ്റിഗേറ്റ് പ്രോബ്ലംസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കമ്പ്യൂട്ടർ. അതായത് ഒരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി നമ്മുടെ കെമിസ്ട്രിയിലെ നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരുന്ന പല പ്രോബ്ലംസിനെയും ഡീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് നമ്മുടെ ഈ പറയുന്ന കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പല അഡ്വാൻസ് ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വിർച്വൽ ക്ലാസ് റൂംസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ ഡിസ്കഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ അക്കാഡമിക്സ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ ഡീൽ ചെയ്യുന്നത്. പ്രോഗ്രാംസും ഉണ്ട്, കുറച്ച് മെത്തേഡ്സും ഉണ്ട്. മെത്തേഡും പ്രോഗ്രാമും തമ്മിൽ വ്യത്യാസമാകപ്പാട് ഇത്രേ ഉള്ളൂ. മെത്തേഡ്സ് മീൻസ് അതിനൊരു സയന്റിഫിക് ബേസ് ഉണ്ട്, അതൊരു തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മെത്തേഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പ്രോഗ്രാംസ് വരുന്നത്. നമുക്ക് താഴേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം, ഇവിടെ ദ മെയിൻ ആപ്ലിക്കേഷൻസ് ഓഫ് കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി സ്ട്രെച്ച് ഓവർ എ വൈഡ് റേഞ്ച്. അത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള കുറെ ആപ്ലിക്കേഷൻസ് ആണ്. ഞാനിപ്പോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 10 എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്പർ 1, ഡിറ്റർമിനേഷൻ ഓഫ് മോളിക്കുലർ ജോമെട്രി, determination of energies of molecules and transition states, study chemical reactivity, predict molecular spectra, വളരെ ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ആണ്. സ്റ്റഡി എൻസൈം സബ്സ്ട്രേറ്റ് ഇന്ററാക്ഷൻ, determination of physical properties of substance, calculation of ionization energy and electron affinity, determination of conformational energies conformational energies, determination of heat of formations, determination of strain energy in cyclic compounds. അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ആപ്ലിക്കേഷൻസിനെ പറ്റി ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് വായിക്കുമ്പോൾ തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാവും കൃത്യമായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോ ഇവിടെ ഞാൻ ഈ പറഞ്ഞ 10 ആപ്ലിക്കേഷൻസ് എന്ന് വെച്ചാൽ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. ഇത് എങ്ങനെയാണ് നമ്മൾ ഇത് ഈ കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമുക്കിത് മനസ്സിലാവും. ആദ്യം തന്നെ മെത്തേഡ്സ് ഇൻ കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി. കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് പഠിക്കാനുണ്ട്. അത് ഒന്ന് മോളിക്കുലർ മെക്കാനിക്സ് ഉണ്ട്, അബിനീഷ്യോ മെത്തേഡ്സ് ഉണ്ട്, സെമി എംപിരിക്കൽ മെത്തേഡ്സ്, ഡെൻസിറ്റി ഫംഗ്ഷണൽ തിയറി, അങ്ങനെയുള്ള കുറച്ച് മെത്തേഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എനിവേ നമ്മളിപ്പോൾ ആദ്യം മോളിക്കുലർ മെക്കാനിക്സിൽ സ്റ്റാർട്ട് ചെയ്യാണ്. മോളിക്കുലർ മെക്കാനിക്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇറ്റ് കൺസിഡേഴ്സ് എ മോളിക്യൂൾ ആസ് എ കളക്ഷൻ ഓഫ് ബോൾസ്, ദാറ്റ് ഈസ് ആറ്റംസ് ഹെൽഡ് ടുഗദർ ബൈ സ്പ്രിങ്സ് ഓർ ബോണ്ട്. അതായത് ഒരു മോളിക്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന മോളിക്കുലർ മെക്കാനിക്സ് പ്രകാരം ഒരു മോളിക്യൂളിനെ അത് കൺസിഡർ ചെയ്യുന്നത് സ്പ്രിങ്സ് വഴി കണക്ട് ചെയ്തിരിക്കുന്ന ബോൾസ് ആയിട്ടാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്സിൽ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത് മോളിക്യൂൾസിനെ കളക്ഷൻ ഓഫ് ബോൾസ് ഹെൽഡ് ടുഗദർ ബൈ സ്പ്രിങ്സ് ഓർ ബോൺസ് എന്ന് പറഞ്ഞാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊന്ന് വാട്ടർ മോളിക്യൂളിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ വാട്ടർ മോളിക്യൂൾ ആണ്. വാട്ടർ മോളിക്യൂൾ നമ്മൾ കെംക്രാഫ്റ്റ് നമ്മൾ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാണ്. വാട്ടർ മോളിക്യൂളിനകത്ത് നമ്മുടെ മോളിക്കുലർ മെക്കാനിക്സിൽ പറയുന്നത് എന്താ, മോളിക്യൂൾ മേ ബി കൺസിഡേർഡ് ആസ് ആറ്റംസ്, ഈ പറയുന്ന ഹൈഡ്രജൻ, ഓക്സിജൻ, അതേപോലെ ആറ്റംസ് ജോയിൻഡ് ബൈ സ്പ്രിംഗ് ബോൺസ്. അതായത് ആറ്റംസ് ആർ കൺസിഡേർഡ് ആസ് ബോൾസ് ആൻഡ് ബോൺസ് ആർ കൺസിഡേർഡ് ആസ് സ്ട്രിങ്സ്. അപ്പോൾ നമ്മളവിടെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് സ്പ്രിംഗ് എന്ന് പറയാനുള്ള ഒരു കാരണം ഇത്രയേ ഉള്ളൂ. ഈ സ്പ്രിംഗ് ആണെങ്കിൽ മാത്രമേ നമുക്ക് വൈബ്രേഷൻ എടുത്ത് കാണിക്കാൻ പറ്റുള്ളൂ. വൈബ്രേഷൻ മോഷൻ നമുക്ക് കാണിക്കാൻ വേണ്ടി നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്പ്രിംഗ് ആണ്. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഈ ഫ്രീക്വൻസി നോക്കുക. ഇത് സിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻ ആണ് വാട്ടർ മോളിക്യൂളിന്റെ. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓക്സിജൻ ഉണ്ട്, 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ഇത് ഓക്സിജൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ എന്ന് പറയുന്ന ആറ്റംസിനെ നമ്മൾ ബോൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, ഈ പറയുന്നതിനെ സ്പ്രിങ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഈ പറയുന്ന സ്ട്രെച്ചിങ് നമുക്ക് പോസിബിൾ ആണ്. ഇനി അസിമെട്രിക് സ്ട്രെച്ചിങ് വേറൊരു എക്സാമ്പിൾ ജസ്റ്റ് കാണിച്ചതാണ്. അപ്പോൾ ആറ്റംസ് നമുക്ക് ബോൾസ് ആയിട്ടും ബോണ്ടുകളെ നമുക്ക് ഇതേപോലെ നമ്മൾ ഇവിടെ പറയുന്നത് പോലെ തന്നെ ബോണ്ടുകളെ നമുക്ക് ഈ സ്പ്രിംഗ് ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോളിക്കുലർ മെക്കാനിക്സ് വഴി നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു സ്ട്രക്ചർ കിട്ടും. ഇഫ് വി നോ ദ നോർമൽ സ്പ്രിംഗ് ലെങ്ത്, അതായത് ബോണ്ട് ലെങ്ത് ആണ്, ആംഗിൾ ആൻഡ് എനർജി റിക്വയർഡ് ഫോർ സ്ട്രെച്ചിങ് ആൻഡ് ബെൻഡിങ് വൈബ്രേഷൻ, then we can calculate the energy of the molecule.
അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മോളിക്കുലർ മെക്കാനിക്സിൽ ഒരു മോളിക്യൂളിന്റെ മോഡൽ നമ്മളിവിടെ പറഞ്ഞു. ആറ്റംസ് ആസ് ബോൾസ് ആൻഡ് ബോൺസ് ആസ് സ്പ്രിങ്സ്. ഇനി നമുക്ക് ഈ പറഞ്ഞ ഒരു സ്പ്രിങ്ങിന്റെ ലെങ്ത്, അതേപോലെ തന്നെ ബോണ്ട് ആംഗിൾ, അതേപോലെ ബോണ്ട് എനർജി, അല്ലെങ്കിൽ എനർജി റിക്വയർഡ് ഫോർ സ്ട്രെച്ചിങ് ആൻഡ് ബെൻഡിങ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോളിക്യൂളിന്റെ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഈ പറയുന്ന ഒരു ബോണ്ട് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ ഈ പറയുന്ന ബോണ്ട് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ, എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമ്മൾ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മോളിക്യൂൾ തന്നെ എടുത്ത സമയത്ത് ഞാൻ അവിടെ ഫ്രീക്വൻസി നമുക്ക് സെന്റിമീറ്റർ ഇൻവേഴ്സ് നോക്കുമ്പോൾ അസിമെട്രിക് സ്ട്രെച്ചിങ്ങിന്റെ ഫ്രീക്വൻസി കാണുന്ന 4145.4 സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് കാണുന്നത്. അതേപോലെ തന്നെ സിമെട്രിക്കിന്റെ കാണുമ്പോൾ 3988.48 ആണ്. അപ്പൊ നമുക്ക് ഓൾറെഡി ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സോഴ്സുകളുണ്ട്. അപ്പൊ വാട്ടർ പോലെയുള്ള ഒരു സിമ്പിൾ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും. കോംപ്ലക്സ് മോളിക്യൂൾ വരുമ്പോൾ നമുക്ക് അതനുസരിച്ച് കുറച്ചൊരു കോംപ്ലിക്കേഷൻസ് വരും. നമുക്ക് പുറകെ പറയാം. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയുന്ന മോളിക്യൂളിന്റെ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. Also changing the geometry until we obtain the configuration with the minimum energy, and this process is called geometry optimization. അതായത് നമുക്കിപ്പോ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടിയെന്ന് വെച്ചോ. നമുക്കൊരു സ്ട്രക്ചർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ട്രക്ചറിന് നമുക്ക് ഏറ്റവും മിനിമം എനർജി വരുന്ന രീതിയിലേക്ക് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം. അതിനെയാണ് നമ്മൾ ഈ പറയുന്നത് ജോമെട്രി ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇവിടെ അവോഗാഡ്രോ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ നമുക്ക് യൂസ് ചെയ്യാം. അവോഗാഡ്രോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു വാട്ടർ മോളിക്യൂൾ കൺസ്ട്രക്ട് ചെയ്യാണ്. ഇതിപ്പോ ഒരു വാട്ടർ മോളിക്യൂൾ ആണത്, നമുക്ക് കാണുമ്പോഴേ അറിയാലോ ഇത് വാട്ടർ മോളിക്യൂൾ ആണ്. ആ ചുവപ്പ് കാണുന്നത് ഓക്സിജൻ ആണ്, രണ്ട് വെള്ള കളറിൽ കാണുന്നത് ഹൈഡ്രജൻ ആണ്. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഇപ്പൊ ഏതെങ്കിലും ഒരു ആറ്റത്തെ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കുക. ഒരു ജസ്റ്റ് നമ്മളിപ്പോ ഇവിടുന്ന് വേണമെങ്കിൽ ഒരു കണക്ഷൻ നമുക്ക് വേണമെങ്കിൽ വരയ്ക്കാം. ഇപ്പൊ ഇങ്ങനെ നമ്മളൊരു സ്ട്രക്ചർ ഇങ്ങനെ വരച്ചു, നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്തു. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഈ കാണുന്ന വെള്ള കളറിൽ കാണുന്ന ഹൈഡ്രജൻ ആണ്, അതേപോലെ തന്നെ ചുവന്ന കളറിൽ കാണുന്നത് ഓക്സിജൻ ആണ്. അപ്പൊ ഇങ്ങനെ ഞാനൊരു സ്ട്രക്ചർ വരച്ചു. അതിപ്പോ രണ്ട് ഹൈഡ്രജനും ബാക്കി എല്ലാം ഓക്സിജനും ആണ്. അപ്പൊ ഈ സ്ട്രക്ചർ നമുക്കൊന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ എനർജി ഒപ്റ്റിമൈസേഷൻ ടൂൾ വെച്ചിട്ട് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്ന സമയത്ത് സ്ട്രക്ചർ പോകുന്നുണ്ടോ? ഞാൻ നേരത്തെ കാണിച്ച സ്ട്രക്ചർ എവിടെ കിടക്കുന്നു, ഇപ്പം ഒപ്റ്റിമൈസ് ചെയ്ത് വന്ന സ്ട്രക്ചർ എവിടെ കിടക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഈ പറഞ്ഞ എനർജി ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെറുതെ കൈ കിട്ടിയ ഒരു സ്ട്രക്ചർ വെച്ച് കാണിച്ചതേ ഉള്ളൂ. ശരിക്കും നമുക്കൊരു കൊള്ളാവുന്ന ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റും. അത് ഈ എനർജി ഒപ്റ്റിമൈസേഷൻ എങ്ങനെയാണെന്നുള്ളത് ഞാൻ മോളിക്കുലർ മെക്കാനിക്സിനെ പറ്റി ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എനർജി ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ റാൻഡം ആയിട്ട് നമ്മളൊരു മോളിക്യൂളിന്റെ സ്ട്രക്ചർ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ എനർജി ഒപ്റ്റിമൈസേഷൻ കൊടുത്തു കഴിയുമ്പോൾ അതിന് ഏറ്റവും മിനിമം എനർജിയിൽ എങ്ങനെയാണ് ആ മോളിക്യൂളിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം കമ്പ്യൂട്ടർ നമുക്ക് പറഞ്ഞു തരും. സോ ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു സ്ട്രക്ചർ കമ്പ്യൂട്ടർ പ്രിഡിക്ട് ചെയ്താൽ, ഞാൻ കൊടുത്ത സ്ട്രക്ചർ ഒന്നുമല്ല, ഞാൻ കൊടുത്ത സ്ട്രക്ചർ വേറെയാണ്. ഇത് കമ്പ്യൂട്ടർ പ്രിഡിക്ട് ചെയ്ത നമുക്ക് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പറഞ്ഞ കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രിയിലും പ്രത്യേകിച്ച് മോളിക്കുലർ മെക്കാനിക്സിൽ നമുക്ക് പോസിബിൾ ആണ്. ദെൻ ജോമെട്രി ഒപ്റ്റിമൈസേഷനെ പറ്റി ഇവിടെ ഒരു ചെറിയൊരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. Its objective is to find an atomic arrangement which makes the molecule most stable, that is lowest energy. ഞാനിവിടെ നേരത്തെ കാണിച്ചതുപോലെ ഞാൻ വെറുതെ ഒരു സ്ട്രക്ചർ എടുത്ത് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു വെച്ചതേ ഉള്ളൂ. അപ്പോ അതിനകത്ത് ഞാൻ വെറുതെ ഒരു സ്ട്രക്ചർ എടുത്തു, ഞാൻ വെറുതെ ഒരു സ്ട്രക്ചർ വരച്ച് കാണിച്ചു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്ട്രക്ചർ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ എന്താണെന്നുള്ള കാര്യം കമ്പ്യൂട്ടറിന് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇങ്ങനെ ഒരു സ്ട്രക്ചർ വരച്ചു, ഓക്സിജൻ ഹൈഡ്രജൻ. നമ്മളിത് ഒപ്റ്റിമൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കുമ്പോൾ കാണാം, കണ്ടോ, കമ്പ്യൂട്ടർ പറയുന്നത് ഞാൻ വരച്ച സ്ട്രക്ചർ അല്ല, അതിനേക്കാളും സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രക്ചർ. ഇത് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഒപ്റ്റിമൈസേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല, നമുക്ക് സമയമില്ലാത്തതൊന്ന് നിർത്തുകയാണ് ഇവിടെ. അപ്പോൾ ഇതാണ് ജോമെട്രി ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ ഫോഴ്സ് ഫീൽഡ്. It refers to the set of parameters, set and functional forms used to calculate the potential energy of a system of atoms in molecular mechanics simulations. ഫോഴ്സ് ഫീൽഡിനെ പറ്റി നമുക്ക് ഈ പറയുന്ന മോളിക്കുലർ മെക്കാനിക്സ് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് പൊട്ടൻഷ്യൽ എനർജി സർഫസിനൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കുറച്ച്, അന്നേരം ഞാൻ പറയാം. ദെൻ അടുത്ത മെത്തേഡാണ് അബിനീഷ്യോ മെത്തേഡ്. അബിനീഷ്യോ മീൻസ് ഇതൊരു ലാറ്റിൻ ഫ്രേസ് ആണ്. അബിനീഷ്യോ ദാറ്റ് ഈസ് ഫ്രം ദ ബിഗിനിങ് എന്നാണ് പറയുന്നത്, തുടക്കം തൊട്ട്. അങ്ങനെ പറയാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ക്വാണ്ടം മെക്കാനിക്കൽ മോഡലാണ്. ഷ്രോഡിംഗർ വേവ് ഇക്വേഷനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവമാണ്.
കംപ്ലീറ്റ്ലി തിയററ്റിക്കൽ ആണ്. അതായത് ഒരു എക്സ്പെരിമെന്റൽ ബേസ് ഉള്ള അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റൽ ഡാറ്റ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളല്ല. കംപ്ലീറ്റ്ലി തിയററ്റിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഇറ്റ് റെഫേഴ്സ് ടു ആൻ അപ്രോക്സിമേറ്റ് ക്വാണ്ടം മെക്കാനിക്കൽ കാൽക്കുലേഷൻ. ഇറ്റ് സ്ട്രെസസ് ഓൺ അപ്രോക്സിമേറ്റ് സൊല്യൂഷൻസ്. മോസ്റ്റ് കോമൺ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഈ 4 പോയിന്റ്സ് നോക്കുക. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നമുക്ക് പ്രീവിയസ്ലി അസൈൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മോളിക്യൂളിനെ നമുക്ക് സിസ്റ്റത്തിന് ഒരു ഇൻബിൽഡ് ലൈബ്രറി ഉണ്ടാവും പ്രോഗ്രാമിന്. ആ ഇൻബിൽഡ് ലൈബ്രറിയിലുള്ള ഏതെങ്കിലും ഒരു മോളിക്യൂളിനെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ മോളിക്യൂളുമായിട്ട് ഏറ്റവും സിമിലാരിറ്റി ഉള്ള മോളിക്യൂളിനെ നമുക്ക് സെലക്ട് ചെയ്ത് അങ്ങനെ നമുക്ക് നമ്മുടെ മോളിക്യൂളിനെ പറ്റി പഠിക്കാം. ഇത് പോസിബിൾ ആണ്. ഇത് കാര്യം എളുപ്പമാണ്. കാരണം നമ്മുടെ മോളിക്യൂളുമായിട്ട് ഏറ്റവും സിമിലർ ആയിട്ടുള്ള മോളിക്യൂളിനെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ മോളിക്യൂളിന്റെ പ്രോപ്പർട്ടീസ് വെച്ച് നമ്മുടെ മോളിക്യൂളിന്റെ പ്രോപ്പർട്ടീസ് പറയാൻ വേണ്ടി എളുപ്പമായിരിക്കും. പക്ഷെ ഇതിന്റെ ഒരു പ്രോബ്ലം വരുന്നത് നമ്മുടെ കയ്യിലുള്ള മോളിക്യൂളിന് നമ്മൾ ഉദ്ദേശിക്കുന്ന മോളിക്യൂളിന് നമ്മുടെ പ്രോഗ്രാമിന്റെ ലൈബ്രറിയിലുള്ള മോളിക്യൂൾസുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിലാണ് ഈ പ്രശ്നം വരാൻ പോകുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ സിസ്റ്റം എന്ത് ചെയ്യും? നമ്മുടെ മോളിക്യൂൾ നമ്മുടെ കയ്യിലുള്ള മോളിക്യൂളുമായിട്ട് വലിയൊരു ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു മോളിക്യൂൾ എടുത്തിട്ട് ഈ പറയുന്ന കാൽക്കുലേഷൻ നടത്തും. നമ്മുടെ റെഫറൻസ് മോളിക്യൂളും നമ്മുടെ കയ്യിലുള്ള ട്രൂ മോളിക്യൂളും തമ്മിലുള്ള ഡിഫറൻസ് എന്തുമാത്രം കൂടുന്നോ അത്രത്തോളം നമ്മുടെ കാൽക്കുലേഷനിൽ എറർ വരാൻ ചാൻസ് കൂടുതലാണ്. നമ്മുടെ മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന 2 മോളിക്യൂൾസ് തമ്മിൽ എത്രത്തോളം സിമിലാരിറ്റി ഉണ്ടോ അത്രത്തോളം നമ്മുടെ കാൽക്കുലേഷൻ ആക്യുറേറ്റ് ആയിരിക്കും. അപ്പൊ ഈ അബ് ഇനിഷ്യോ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ മോളിക്യൂളിന് ഈ പറയുന്ന സാധാരണഗതിയിൽ ലൈബ്രറിയിൽ അവൈലബിൾ ആയിട്ടുള്ള പല മോളിക്യൂൾസുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ വരുമ്പോഴോ അല്ലെങ്കിൽ റിലേറ്റീവ്ലി ഒരു ഡിഫൈൻഡ് അല്ലാത്തൊരു ലെസ് ഡിഫൈൻഡ് ആയിട്ടുള്ള മോളിക്യൂൾ കിട്ടുമ്പോഴാണ് നമ്മൾ ഈ അബ് ഇനിഷ്യോ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. അത് കംപ്ലീറ്റ്ലി എക്സ്പെരിമെന്റലാണ്. കംപ്ലീറ്റ്ലി പറയുന്ന തിയററ്റിക്കൽ ഡാറ്റ ആണ്. തിയററ്റിക്കൽ പ്രിൻസിപ്പിളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എക്സ്പെരിമെന്റൽ ഡാറ്റയ്ക്ക് വലിയ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിനകത്ത് നമുക്ക് റിലേറ്റീവ്ലി ന്യൂ മോളിക്യൂൾ ആണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് കുറച്ച് പ്രോബ്ലംസും ഉണ്ട്. Most common ab initio calculation is the Hartree-Fock calculation, which is based on central force field approximation. That is, Coulombic electron repulsion is not specifically taken into account, but its net effect is included in calculation. അത് നമുക്ക് Hartree-Fock പഠിക്കുന്ന സമയത്തും അതേപോലെ ഫോഴ്സ് ഫീൽഡ് പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാനുണ്ട്. Then, due to central force field approximation, the energies from Hartree-Fock calculations are always greater than the true values and tend to a limiting value called the Hartree-Fock limit. ഇത് ഞാൻ ജസ്റ്റ് ഒരു Hartree-Fock ലിമിറ്റ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പറയാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് അബ് ഇനിഷ്യോ കാൽക്കുലേഷൻസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് വരുമ്പോൾ പഠിക്കാനുണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന ഈ സെൻട്രൽ ഫോഴ്സ് ഫീൽഡ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്ന ഒരു അപ്രോക്സിമേഷൻ എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എനർജി എപ്പോഴും ട്രൂ വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് എത്രത്തോളം നമ്മുടെ പ്രോഗ്രാം കൂടുതൽ ആക്യുറേറ്റ് ആകുന്നോ അത്രത്തോളം നമ്മുടെ എനർജി വാല്യൂ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാലും ആ പറയുന്ന എനർജി വാല്യൂ എപ്പോഴും ട്രൂ വാല്യൂവിനേക്കാൾ ഒരു അല്പം കൂടുതലായിരിക്കും. ആൻഡ് ദാറ്റ്സ് വാട്ട് യു കോൾ ദ Hartree-Fock ലിമിറ്റ്. Hartree-Fock ലിമിറ്റ് വരെ നമുക്ക് എത്താൻ പറ്റുള്ളൂ. ട്രൂ എനർജി അതിനേക്കാളും കുറച്ചുകൂടി കുറവായിരിക്കും. ഇനി സെമി എംപിരിക്കൽ മെത്തേഡിനെ പറ്റി നമുക്ക് അധികം പറയേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് അതിനെപ്പറ്റി അധികമൊന്നും വരുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. അതൊരു അപ്രോക്സിമേഷൻ ബേസ്ഡ് ആയിട്ടുള്ള മെത്തേഡാണ്. അവിടെ വരുന്ന സമയത്തുള്ള പ്രത്യേകത the method is parameterized. That is, the program works on a library of integrals that are combined by finding the best possible value. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മോളിക്യൂളുമായിട്ട് ഏറ്റവും സിമിലാരിറ്റി ഉള്ള റെഫറൻസ് മോളിക്യൂളിനെ എടുത്ത് ആ സെറ്റിൽ ഏറ്റവും സിമിലാരിറ്റി ഉള്ള റെഫറൻസ് മോളിക്യൂളിനെ എടുത്ത് അത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഈ പറയുന്ന സെമി എംപിരിക്കൽ മെത്തേഡ്. So it is thus a mixing of experimental data and theoretical data. The approximate or omitted information are parameterized using available integrals by determining the best suit. ഞാൻ പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ പറയാം. കാരണം നമുക്ക് സെമി എംപിരിക്കലും അധികം ഒന്നും ആവശ്യമില്ല. അത് പുതിയ സിലബസ് അത്ര ആവശ്യം വരുന്നില്ല കേട്ടോ. Then density functional theory, DFT. Quantum mechanics ബേസ് ആയിട്ടുള്ള മെത്തേഡാണ്. ഷ്രോഡിംഗർ വേവ് ഇക്വേഷന്റെ ബേസ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇലക്ട്രോൺ ഡെൻസിറ്റി ഫങ്ഷണൽ ഈസ് യൂസ്ഡ് വിച്ച് ഹാസ് സം ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. ഫങ്ഷണൽ ആണ്, ഫങ്ഷൻ അല്ല. ഇറ്റ്സ് എ ഫങ്ഷണൽ. Psi don't have any significance here. DFT derives electron distribution. It is faster than ab initio but slower than semi-empirical method. അപ്പോൾ അങ്ങനത്തെ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവിടെ പറയാനുള്ളൂ. അത് ഞാൻ പിന്നീട് ക്ലാസ് എടുക്കുമ്പോൾ ബാക്കിയുള്ള പറയാം. അപ്പോൾ നമുക്ക് ഇനി ബാക്കി വരുന്നത് ഫങ്ഷണൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഫങ്ഷൻ എന്നുള്ളത് നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ള കാര്യമാണ്, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടേമാണ്. അതേപോലെ നമുക്ക് പുതുതായിട്ട് വരുന്നത് ഫങ്ഷണൽ ആണ്. ഞാനത് പറയാൻ കാരണം പലപ്പോഴും പലരും തെറ്റായിട്ട് പറയാറുണ്ട് ഡെൻസിറ്റി ഫങ്ഷൻ തിയറി എന്ന്. ഇറ്റ്സ് ആക്ച്വലി ഡെൻസിറ്റി ഫങ്ഷണൽ തിയറി. ഡെൻസിറ്റി ഫങ്ഷണൽ തിയറിയാണ്. ഇലക്ട്രോൺ ഡെൻസിറ്റി ഫങ്ഷണൽ ഇസ് യൂസ്ഡ് വിച്ച് ഹാസ് സം
ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഈ പറഞ്ഞ ഫങ്ഷണൽ എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് ഫംഗ്ഷനെ പറ്റി പറയാം. ഫംഗ്ഷൻ ഈസ് എ റൂൾ ദാറ്റ് ട്രാൻസ്ഫോംസ് വൺ നമ്പർ ടു അനദർ നമ്പർ. ഉദാഹരണത്തിന് 2, നമ്മൾ ജസ്റ്റ് ക്യൂബ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എടുക്കുക. 2ന്റെ ക്യൂബ് എടുത്താൽ 8 എന്ന് കിട്ടും. ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്ന എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. അത് 2നെ നമ്മൾ ക്യൂബ് എടുത്തു കഴിയുമ്പോൾ 8 എന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് നേരെ തിരിച്ചെടുത്ത് ചെയ്യാന്നുണ്ടെങ്കിൽ 8ന്റെ ക്യൂബ് റൂട്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ, ക്യൂബ് റൂട്ട് ആണെന്നുണ്ടെങ്കിൽ 8ന്റെ ക്യൂബ് റൂട്ട് നമുക്ക് 2 എന്ന് കിട്ടും. ഇവിടെ എന്തായാലും സംഭവിക്കുന്നത് വൺ നമ്പർ ഈസ് ട്രാൻസ്ഫേർഡ് ടു അനദർ നമ്പർ. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഈസ് എ റൂൾ ദാറ്റ് ട്രാൻസ്ഫോംസ് വൺ നമ്പർ ടു അനദർ നമ്പർ. അടുത്തത് ഫംഗ്ഷണൽ. ഫംഗ്ഷണൽ മീൻസ് നമ്മൾ പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയാറുണ്ട്. ഇറ്റ് ഈസ് എ റൂൾ ദാറ്റ് ട്രാൻസ്ഫോംസ് എ ഫംഗ്ഷൻ ഇൻ ടു എ നമ്പർ. അത് ഓർത്ത് വെക്കണം നമ്മൾ. ഈ വ്യത്യാസം നമ്മൾ നോക്കുക. ഫംഗ്ഷണൽ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ റൂൾ ദാറ്റ് ട്രാൻസ്ഫോംസ് എ ഫംഗ്ഷൻ ഇൻ ടു എ നമ്പർ. വേറെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റൂൾ ദാറ്റ് ട്രാൻസ്ഫോംസ് എ നമ്പർ ടു അനദർ നമ്പർ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഇന്റഗ്രൽ 0 to 2 f of x dx that is equal to 16/4 that is equal to 4. നമ്മൾ ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാണ് കേട്ടോ. എക്സ് ക്യൂബിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് റേസ് ടു 4/4 എന്ന് കിട്ടും. ലിമിറ്റ് നമ്മൾ 0 to 2 അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2 raised to 4 16 0 raised to 4 0 ആണ്, കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഡിവൈഡ് ബൈ 4 that is equal to 4 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ കിട്ടിയിരുന്നത് സ്റ്റാർട്ടിങ്ങിൽ എക്സ് ക്യൂബ് ആണ്. എക്സ് ക്യൂബെ നമ്മൾ 4 എന്ന് പറഞ്ഞ നമ്പർ ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ ഇവിടെ പോയിന്റ് ബിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോൺ ഡെൻസിറ്റി ഫംഗ്ഷണൽ ഈസ് യൂസ്ഡ് വിച്ച് ഹാസ് സം ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. അതായത് നമ്മുടെ ഈ പറയുന്ന ഇലക്ട്രോൺ ഡെൻസിറ്റി ഒരു ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാതെ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് എ ഫംഗ്ഷണൽ. അതായത് അതൊരു മാത്തമാറ്റിക്കൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു നമ്പർ ആയിട്ട് അല്ലെങ്കിൽ അതൊരു ഫംഗ്ഷണൽ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള രീതിയിൽ നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പുറകെ വരുന്നുണ്ട്. In DFT, the function is the electron density, which is a function of space and time. അത് ഞാൻ ഇവിടെ എഴുതാനുള്ള കാരണം, in DFT, the function is the electron density, which is a function of space and time. That is, functional എന്ന് വെച്ച് ഇലക്ട്രോൺ ഡെൻസിറ്റി ഫംഗ്ഷണൽ എന്ന് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോൺ ഡെൻസിറ്റി ഫംഗ്ഷണൽ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഇവിടെ DFTയിൽ നമ്മൾ ഇലക്ട്രോൺ ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വേർ ദാറ്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം. അതാണ് ഈ പോയിന്റ്, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. എ ഫംഗ്ഷണൽ മീൻസ് ഇറ്റ് ഈസ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ. അതായത് ഇലക്ട്രോൺ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി എ ഫംഗ്ഷൻ ആൻഡ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം. സോ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ. അതാണ് നമ്മൾ ഫംഗ്ഷണൽ എന്ന് പറയുന്നത്. ദെൻ മോളിക്കുലർ ഡൈനാമിക്സ്, ലാസ്റ്റ് വൺ, ജസ്റ്റ് ഒരു മെൻഷനിങ് മാത്രമേ ഉള്ളൂ. It applies the laws of motion to molecules used to track reactions and rearrangements. Molecular motions can be simulated using this method, and the main application is in the field of enzyme action, enzyme substrate binding, etc. അതിനെപ്പറ്റി നമുക്ക് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ ആവശ്യം നമുക്ക് വരുന്നില്ല. പിന്നെ ഇത് പൊട്ടൻഷ്യൽ എനർജി സർഫസ് ആണ്. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് മോളിക്കുലർ മെക്കാനിക്സിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ പറയുന്ന ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി മെത്തേഡ്സിന്റെ ഒരു ചെറിയൊരു കമ്പാരിസൺ കൂടെ നമുക്കുണ്ട്. കമ്പാരിസൺ നമുക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രി കമ്പാരിസൺ നമുക്കിവിടെ കിടപ്പുണ്ട്. ഇതൊരു ചെറിയൊരു ജസ്റ്റ് ഞാനൊരു ചെറിയൊരു കമ്പാരിസൺ ആയിട്ട് വെച്ചെന്നേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇത് എന്താണെന്ന്. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം വിസിബിൾ ആണെന്നാണ് എന്റെ വിശ്വാസം. വേണമെങ്കിൽ ഒന്നുകൂടി സൂം ചെയ്തെടുക്കാം. ബെറ്റർ സൂം ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക. ഇവിടേക്ക് നമുക്ക് വരുന്ന സമയത്ത് ഇവിടെ എ ബ്രീഫ് ഔട്ട്ലുക്ക് ഓഫ് വേരിയസ് മെത്തേഡ്സ് ആണ്. നമ്മൾ മോളിക്കുലർ മെക്കാനിക്സ്, സെമി എംപിരിക്കൽ, അബ് ഇനീഷ്യോ, ഈ പറയുന്ന 3 പേരെ ഞാൻ ജസ്റ്റ് കമ്പയർ ചെയ്യാണ്. ഇവിടെ DFT ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതേപോലെ തന്നെ മോളിക്കുലർ മെക്കാനിക്സിനെയും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അതിന്റെ കാരണം മോളിക്കുലർ ഡൈനാമിക്സിനെ യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് പഠിക്കാനുള്ളത് മെയിൻ ആയിട്ട് പറഞ്ഞ ഈ 2 പേരും DFT ആണ്. DFT അപ്പൊ നമുക്ക് പുറകെ പറയാം. ആദ്യം തന്നെ മോളിക്കുലർ മെക്കാനിക്സിലേക്ക് വരുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് യൂസസ് ക്ലാസിക്കൽ ഫിസിക്സ്, റിലൈസ് ഓൺ ഫോഴ്സ് ഫീൽഡ്, കമ്പ്യൂട്ടേഷണലി ലീസ്റ്റ് ഇന്റൻസീവ്, യൂസ്ഫുൾ ഫോർ ലാർജ് സിസ്റ്റംസ്. അതിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇറ്റ് ഡു നോട്ട് കാൽക്കുലേറ്റ് ഇലക്ട്രോൺ പ്രോപ്പർട്ടീസ്. കാരണം അതൊരു ഫോഴ്സ് ഫീൽഡ് ആണ് കൺസിഡർ ചെയ്യുന്നത്, ഇൻഡിവിജ്വൽ ഇലക്ട്രോൺ പ്രോപ്പർട്ടീസ് അല്ല. റിക്വയർസ് എക്സ്പെരിമെന്റൽ ഡാറ്റ ഫോർ പാരാമീറ്റേഴ്സ്.
and it's best for large systems and systems with no bond breaking or bond formation. ഈ ബോണ്ട് ബ്രേക്കിങ്ങോ ബോണ്ട് ഫോർമേഷനോ വന്നു കഴിഞ്ഞാൽ മോളിക്യുലർ ഡൈനാമിക്സ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇനി സെമി എംപിരിക്കലിലേക്ക് പോകുന്ന സമയത്ത് സെമി എംപിരിക്കലിന്റെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വാണ്ടം മെക്കാനിക്സ് തന്നെയാണ്. യൂസസ് എക്സ്പെരിമെന്റലി ഡിറൈവ്ഡ് എംപിരിക്കൽ പാരാമീറ്റേഴ്സ്, യൂസസ് അപ്രോക്സിമേഷൻസ് എക്സ്റ്റെൻസീവ്ലി. അതാണ് വലിയൊരു കാര്യം. അപ്രോക്സിമേഷൻസ് എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്യുന്നുണ്ട്. അതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാൽക്കുലേഷൻ വളരെ ഫാസ്റ്റ് ആയിരിക്കും, ഈസി ആയിരിക്കും. ദോഷമെന്ന് വെച്ചാൽ നമുക്ക് അറിയായിരിക്കും, ഒരുപാട് അങ്ങ് അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂസ് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇറ്റ് ഈസ് ലെസ് ഡിമാൻഡിങ് ദാൻ അബ് ഇനീഷ്യോ. അത് നമുക്ക് അബ് ഇനീഷ്യോ കാണുമ്പോൾ മനസ്സിലാവും. കേപ്പബിൾ ഓഫ് കാൽക്കുലേറ്റിംഗ് ട്രാൻസിഷൻ സ്റ്റേറ്റ്സ് ആൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇനി ഇതിന്റെ പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് റിക്വയർസ് എക്സ്പെരിമെന്റൽ ഡാറ്റ ഫോർ പാരാമീറ്റേഴ്സ്, ലെസ് റിഗറസ് ദാൻ അബ് ഇനീഷ്യോ, ആൻഡ് ബെസ്റ്റ് ഫോർ മീഡിയം സൈസ് സിസ്റ്റംസ് ഇൻവോൾവിംഗ് ഇലക്ട്രോൺ ട്രാൻസിഷൻസ്. ഇനി അടുത്ത് നമ്മുടെ അബ് ഇനീഷ്യോ, നമ്മുടെ ഏറ്റവും ബേസിക് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് അല്ല, ഏറ്റവും വാസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇറ്റ് യൂസസ് ക്വാണ്ടം മെക്കാനിക്സ്, യൂസ്ഫുൾ ഫോർ എ ബ്രോഡ് റേഞ്ച് ഓഫ് സ്പെക്ട്രം, does not depend on experimental data, capable of calculating transition states and excited states. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അബ് ഇനീഷ്യോയുടെ കേസിലേക്ക് പോകുമ്പോൾ അതൊരു പ്രോബ്ലം ആയിട്ട് ഞാൻ ജസ്റ്റ് എക്സ്പെൻസീവ് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എക്സ്പെൻസീവ് മാത്രമല്ല, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു. ഇനി ഇത് യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് നോക്കുക. ഇറ്റ് കൻ ഓൺലി ബി യൂസ്ഡ് ഫോർ സ്മോൾ സിസ്റ്റംസ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇനിയിപ്പം ഈ ഓരോ ബെസ്റ്റ് ഫോർ എന്ന് പറഞ്ഞ ഈ കോളം വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പെൻസീവ് എന്നുള്ളത് കൂടാതെയുള്ള ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് പറയുന്നത്. ഇതിന്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോൾ സിസ്റ്റംസിനെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ സിസ്റ്റത്തിന്റെ വലിപ്പം കൂടുന്നതോറും കാൽക്കുലേഷൻ കൂടുതൽ ഇന്റൻസ് ആയിക്കൊണ്ടിരിക്കും. കാൽക്കുലേഷൻ ഒരുപാട് ഇന്റൻസ് ആയി കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മുടെ CPU-ന്റെ സ്ട്രെങ്ത് കൂടണം, നമ്മുടെ പ്രൊസസർ, നമ്മുടെ കമ്പ്യൂട്ടറിന്റെ എല്ലാം സ്ട്രെങ്ത് കൂടണം, നമ്മുടെ പ്രോഗ്രാം നല്ല ഡീപ്പായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള പ്രോഗ്രാം ആയിരിക്കണം. എന്താണെന്നുണ്ടെങ്കിൽ ടൈം കൂടുതൽ എടുക്കുകയും ചെയ്യും. കാൽക്കുലേഷൻ കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ സിസ്റ്റംസിനെ നമ്മൾ ഇത് ഉപയോഗിക്കാറുള്ളൂ. അത് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. കാരണം ഇറ്റ് ക്യാൻ ഓൺലി ബി യൂസ് ഫോർ സ്മോൾ സിസ്റ്റംസ്. ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ സിസ്റ്റംസ് ഇൻവോൾവിംഗ് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ്. ഇലക്ട്രോണിക് ട്രാൻസിഷൻ ഇത് കൺസിഡർ ചെയ്യും. അങ്ങനത്തെ സിസ്റ്റംസ് നമുക്ക് യൂസ് ചെയ്യാം. അത് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇതാണ് ഏറ്റവും വലിയ കാര്യം. ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ ന്യൂ മോളിക്യൂൾ. അതായത് മറ്റ് രണ്ട് മെത്തേഡ്സിനെ പോലെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡാറ്റയൊന്നും ഇവിടെ ആവശ്യമില്ല. ഇത് ഒരു പുതിയ മോളിക്യൂളിനും നമുക്ക് ഈ പറയുന്ന അബ് ഇനീഷ്യോ മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമുക്ക് ഒരു എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ഒരു ഡാറ്റയുടെ സപ്പോർട്ട് ഇല്ലാതെ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നാൽ ഉപയോഗിക്കേണ്ടത് അബ് ഇനീഷ്യോ ആണ്. ദെൻ സിസ്റ്റംസ് റിക്വയറിംഗ് ആക്യുറസി ഏറ്റവും കൂടുതൽ ഈ പറയുന്ന അബ് ഇനീഷ്യോ മെത്തേഡിനാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജസ് ഒരുപാടുണ്ട്. ഡിസഡ്വാൻറ്റേജസ് എന്നുള്ളത് എക്സ്പെൻസീവ് ആണെന്നുള്ളത് ഓക്കെ. അത് കൂടാതെ തന്നെ ഈ പറയുന്ന ചെറിയ സിസ്റ്റംസേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ കാൽക്കുലേഷൻ കൂടുതൽ ടൈം എടുക്കും. അതായത് നമ്മുടെ കോസ്റ്റ്, അത് എല്ലാം തന്നെ കോസ്റ്റിൽ എക്സ്പെൻസീവ് ടേമിൽ തന്നെ വരുന്നതാണ്. കാരണം നമുക്ക് കൂടുതൽ വലിയ കമ്പ്യൂട്ടർ വേണ്ടി വരും, കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രോഗ്രാം വേണ്ടി വരും. അതിനൊക്കെ വെച്ച് ഒരുപാട് എക്സ്പെൻസീവ് ആവുകയും ചെയ്യും. അപ്പൊ അത്രയാണ് നമ്മുടെ കമ്പ്യൂട്ടേഷണൽ കെമിസ്ട്രിയെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷനും ഒരു കാൽക്കുലേഷൻ ജസ്റ്റ് ഒരു കമ്പാരിസണും. ബാക്കിയുള്ളത് നമുക്ക് ഇനിയിപ്പോ ഓരോ ടോപ്പിക്കുകൾ നമുക്ക് എടുക്കാനുള്ളതാണ്. നമുക്ക് പുറകെ എടുക്കാം. താങ്ക് യു.